നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബൈനാൻസും വാസറക്സും കൂടി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് ഫോണിൽ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബൈനാൻസും വാസറക്സും കൂടി ലിങ്ക് ചെയ്താലുള്ള ബെനിഫിറ്റ് പറയാം. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ബൈനാൻസിൽ നിന്ന് വാസറക്സിലായിട്ടും വാസറക്സിൽ നിന്ന് ബൈനാൻസിലായിട്ടും ഏത് ക്രിപ്റ്റോസ് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാൻ പറ്റും ഒറ്റ ഫീസില്ലാണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനാൻസുകാർ വാസറക്സിനെ മേടിച്ചു, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫേവർ ചെയ്തേക്കണതാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബൈനാൻസിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ P2P ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ബൈനാൻസിൽ നമുക്ക് ഫണ്ട് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ വാസറക്സിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് ഫണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്രിപ്റ്റോസ് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ള കാരണം വാസറക്സും ബൈനാൻസും കൂടി ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് P2P ചെയ്യാണ്ട് വാസറക്സിൽ നിന്ന് ക്രിപ്റ്റോ മേടിച്ചിട്ട് ആ ക്രിപ്റ്റോനെ ഒറ്റ ഫീസും ഇല്ലാണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് P2P ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വേറൊരു ബെനിഫിറ്റ് കൂടി എന്താണെന്ന് വെച്ചാൽ വാസറക്സിൽ ഇല്ലാത്ത കുറേ ക്രിപ്റ്റോസ് ബൈനാൻസിലുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാസറക്സിൽ നിന്ന് മേടിച്ച് USDT ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ബൈനാൻസിൽ കൊണ്ടുവന്നിട്ട് ബൈനാൻസിൽ നിന്ന് നമുക്ക് ബൈനാൻസിലുള്ള റേറ്റ് കുറഞ്ഞ ക്രിപ്റ്റോസൊക്കെ മേടിക്കാനും പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ആൾക്കാരുടെ അടുത്ത് പെട്ടെന്ന് തന്നെ എത്തിക്കോളൂ ഈ വീഡിയോ. പിന്നെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ലിങ്ക് ചെയ്യാമെന്ന് നോക്കണതിന് മുമ്പ് ലിങ്ക് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലെയും ഇമെയിൽ ID യൂസ് ചെയ്തത് സെയിം ആയിരിക്കണം. അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെയിം ഇമെയിൽ ID തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ വാസറക്സിൽ ഒരു ഇമെയിൽ ID യൂസ് ചെയ്താണ് ലോഗിൻ ചെയ്താണെങ്കിൽ ആ സെയിം ഇമെയിൽ ID തന്നെ യൂസ് ചെയ്തിട്ട് ബൈനാൻസിലും അക്കൗണ്ട് ഉണ്ടാക്കി വെക്കണം. അങ്ങനെ സെയിം ഇമെയിൽ ID ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇമെയിൽ ID വെച്ചിട്ട്. അപ്പോൾ എൻ്റെ രണ്ടിൻ്റെ ഇമെയിൽ ID സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ലിങ്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ബൈനാൻസ് ആണ്. അപ്പോൾ ബൈനാൻസ് ഞാൻ ഓപ്പൺ ചെയ്യണം. ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ബൈനാൻസ് ലൈറ്റ് എന്നുള്ളത് ഓഫാക്കണം. ഇപ്പോൾ നമ്മൾ ഓഫാണ്. ഓഫാക്കിയാൽ മാത്രമാണ് നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബൈനാൻസ് ലൈറ്റ് എന്നുള്ളത് ഓഫ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാളറ്റ് എന്നുള്ള സെക്ഷനിൽ പോകണം. വാളറ്റ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ പൈസ കിടക്കുന്നത് P2Pയിലാണ്. P2P വെച്ചിട്ട് മേടിച്ചാണ്. USDT ആണ് ഇവിടെ കിടക്കുന്നത്, കണ്ടോ? P2P വെച്ചിട്ട് മേടിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു. ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ സ്പോട്ടിലോ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ WazirX എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഒന്നും ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ നമ്മൾ വാളറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവാം. വാളറ്റ് എന്നുള്ള ഓപ്ഷനിൽ സ്പോട്ടോ മാർജിനോ ഫ്യൂച്ചേഴ്സോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സ്പോട്ട് തന്നെ എടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ സ്പോട്ടല്ലേ, സ്പോട്ട് എടുക്കുക. സ്പോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ 2ൽ ക്ലിക്ക് ചെയ്യുക. 2ൽ ക്ലിക്ക് ചെയ്തിട്ട് WazirX എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ WazirX എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് WazirX എന്ന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബ്രൗസർ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ക്രോം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് ലോഗിൻ വ്യാ ബൈനാൻസ് എന്ന് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ബൈനാൻസിൻ്റെ ലോഗിൻ ചെയ്യണം, ബൈനാൻസിൽ സൈൻ ഇൻ ചെയ്യണം. അതായത് ബൈനാൻസിൻ്റെ യൂസ് ചെയ്താണ് ഇമെയിലും പാസ്വേഡും അടിക്കണം. എന്നിട്ട് ലോഗിൻ അടിക്കണം. അപ്പോൾ ഞാനത് അടിച്ചിട്ട് ലോഗിൻ കൊടുക്കാൻ പോകും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഹ്യൂമൻ വെരിഫിക്കേഷനാണ്. നമ്മളിത് മൂവ് ചെയ്തിട്ട് കറക്റ്റ് ആ പസിൽ കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഒരു പേജ് വരും. അതിൽ ഫോൺ വെരിഫിക്കേഷൻ കോഡിൻ്റെ അവിടെ സെൻഡ് കോഡ് അടിക്കണം. ഇമെയിൽ വെരിഫിക്കേഷൻ കോഡിൻ്റെ അവിടെ സെൻഡ് കോഡ് അടിക്കണം. ഗൂഗിൾ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ പോയിട്ട് അടിക്കണം. ഇത്
ഈ 3 അടിക്കണം, 3 അടിച്ചിട്ട് സബ്മിറ്റ് അടിക്കണം. അപ്പോൾ സക്സസ് എന്ന് കാണിക്കും. സക്സസ് എന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ അടിക്കുക. ഇത് നമുക്ക് ടിക്കൊന്നും ഇടണ്ട, അത് ഓൾറെഡി ടിക്കാണ്. കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ വാസറെക്സിൻ്റെ ഉള്ളിലോട്ട് വന്നു. വാസറെക്സിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ അവർ ഇങ്ങനെ കണക്റ്റ് ആക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒതൻറ്റിക്കേറ്റർ ആപ്പിലെ കോഡ് അടിക്കണം, വാസറെക്സിൻ്റെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൻ്റെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമെയിൽ ഒതൻറ്റിക്കേഷൻ, ഇമെയിൽ വെരിഫിക്കേഷനാണ്. ഇമെയിലിലെ OTP അടിക്കണം, ഒതൻറ്റിക്കേറ്റ് അടിക്കുക. ഇപ്പോൾ നമ്മുടെ രണ്ടും ഒതൻറ്റിക്കേറ്റായി കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമ്മുടെ കണക്റ്റ് ആയിട്ടോ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിപ്പോൾ സൈറ്റാണ്, ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാം കേട്ടോ. കണക്റ്റഡായി. ഇനി ബൈനാൻസ് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ KYC ചെയ്യണം കേട്ടോ. രണ്ടിലും KYC ചെയ്താൽ മാത്രമാണ് ഈ ഒരു കണക്ഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടിലും ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ KYC ചെയ്യണം. ഇനി നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിങ് ആണ് ഇനി കാണിച്ചു തരാൻ പോണത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പോൾ എൻ്റെ വാളറ്റിൽ ഞാൻ പോവാണ്. വാളറ്റിൽ ബൈനാൻസിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വാസറെക്സിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം കാണിച്ചു തരാം. ആദ്യം ബൈനാൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം കാണിച്ചു തരാം. അപ്പോൾ ബൈനാൻസാണ് ഓപ്പൺ ചെയ്തതാണ്. അതിൽ വാളറ്റിൽ പോവാം. വാളറ്റിൽ പോയി കഴിഞ്ഞിട്ട് P2Pയിലാണ് എൻ്റെ ഫണ്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, P2P വഴി മേടിച്ച സാധനം P2P എന്ന് പറഞ്ഞൊരു വാളറ്റിൽ P2P എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഉണ്ടാവണേ. അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് സ്പോട്ടിലായിട്ട് മാറ്റിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ USDT ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. USDT ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ട്രാൻസ്ഫർ എന്നുള്ള താഴത്തെ ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പോട്ട് വാളറ്റാണ് സെലക്ട് ചെയ്താണ്. സ്പോട്ട് വാളറ്റ് തന്നെ മതി. മാക്സ് അടിക്കുക. മാക്സ് അടിച്ച് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ അടിച്ചു. ഇപ്പോൾ നമ്മൾ P2P എന്നുള്ള ആ ഒരു USDT നമ്മൾ സ്പോട്ടിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിപ്പോൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പോട്ടിൽ വന്ന USDTനെ നമുക്ക് വാസറെക്സിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിഡ്രോയോ അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോയോ ഒന്നുമല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ബട്ടണാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 2 എന്നുള്ളതിൽ P2P എന്നുണ്ടാവും. അത് മാറ്റിയിട്ട് നമുക്ക് 2 എന്നുള്ളതിൽ P2P എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് WazirX എന്നുള്ളതാക്കണം. വേറെ ഒന്നും സെലക്ട് ചെയ്യരുത്. 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, WazirX എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ BTC എന്നുള്ള മാറ്റിയിട്ട് USDT ആക്കണം. USDT ആക്കുക. ഇനി നമുക്ക് ഇതിൽ വിഡ്രോവൽ എമൗണ്ട് 6.4. ഇതിലെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം വാസറെക്സിൽ കുറച്ച് ഡെസിമൽ നമ്പേഴ്സാണ് കാണിക്കുള്ളൂ. അപ്പോൾ 6.4 എന്നാണ് ഞാൻ കൊടുക്കണുള്ളൂ. എന്നിട്ട് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡ് കോഡ് ചെയ്യണം. ഫോൺ നമ്പറിലായിട്ടും എല്ലാത്തിനും സെൻഡ് കോഡ് അടിക്കണം. ഇനി നമ്മൾ ഗൂഗിൾ ഫോൺ നമ്പറിലായിട്ടുള്ള കോഡ് വന്നത് അടിക്കണം, ഇമെയിലായിട്ട് വന്ന കോഡ് അടിക്കണം, പിന്നെ വെരിഫിക്കേഷൻ കോഡ്, ഗൂഗിളിൻ്റെ വെരിഫിക്കേഷൻ കോഡ് അടിക്കണം. പെട്ടെന്ന് അടിക്കണം, 51 സെക്കൻഡിനുള്ളിൽ അടിക്കണം. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ USDT വാസറെക്സിലായിട്ട് ട്രാൻസ്ഫറായി. ഫീസൊന്നും എടുത്തിട്ടില്ല. നമുക്ക് നോക്കാം വാസറെക്സിൽ അത്രയും USDT 6.4 തന്നെ വന്നിട്ടുണ്ടോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വാസറെക്സ് ഓപ്പൺ ചെയ്യാണ്. വാസറെക്സ് ഓപ്പൺ ചെയ്യണം. ഫണ്ട്സ് ക്ലിക്ക് ചെയ്യാം. ഫണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്കോഡ് അടിക്കുകയാണ് ഞാൻ. ഇപ്പോൾ USDT എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. USDT എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 6.4 USDT കണ്ടോ. ആ 6.4 തന്നെ ഇതിലോട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാസറെക്സിൽ നിന്ന് ഈ USDT 6.4 USDT തന്നെ ഞാൻ ബൈനാൻസിലായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വാസറെക്സിൽ ഫണ്ട്സിൽ പോയിട്ട് USDT ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ USDTയിൽ ക്ലിക്ക് ചെയ്യാം. USDTയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാം. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബൈനാൻസ്, അതർ വാളറ്റ്, അങ്ങനെ 2 ഓപ്ഷൻസ് വരും ബൈനാൻസായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതിൽ ബൈനാൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ബൈനാൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് 8.19 USDT ഉണ്ട്. ബൈനാൻസിലാണെങ്കിൽ നമുക്ക് വിഡ്രോ ഓൾ കൊടുത്തിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ബൈനാൻസിൽ നിന്ന് വാസറെക്സിലായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈനാൻസിലുള്ള അത്ര ഡെസിമൽ ഡിജിറ്റ് വാസറെക്സിൽ ഇല്ലാത്ത കാരണം 1-2 ഡെസിമൽ ഡിജിറ്റ് ഇട്ടിട്ടാണ് നമുക്ക് വാസറെക്സിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബൈനാൻസിലാണെങ്കിൽ വിഡ്രോ ഓൾ കൊടുത്തിട്ട് ബൈനാൻസിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോണത്
6.4 തന്നെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. 6.4 വിഡ്രോവൽ ഫീ 0 ആണ്. ട്രാൻസ്ഫർ ടു ബൈനാൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. സ്വൈപ്പ് ടു കൺഫേം അടിക്കുക. ഇപ്പോൾ നമുക്ക് ഓതൻറ്റിക്കേറ്റർ ആപ്പിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഓതൻറ്റിക്കേറ്റർ ആപ്പിലുള്ള കോഡ് അടിക്കണം, OTP. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ആയി എന്നാണ് ഇവർ പറയണത്. ഓക്കെ അടിക്കുക. ബാക്ക് അടിക്കുകയാണ് ഞാൻ. ഇപ്പം എൻ്റെ ഫണ്ട് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ USDT നോക്കുക, നിങ്ങൾ നോക്കുക 1 USDT ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 തന്നെ ആയി. ഇനി നമ്മൾ മിനിമൈസ് ചെയ്യാം. ഞാൻ ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബൈനാൻസിൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. കണ്ടോ, ബൈനാൻസിൽ 6.4 USDT ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.